മുകേഷ് ലാപ്ടോപ്പ് പഠിപ്പിക്കാമോ എന്ന് ചോദിച്ചുവെന്ന വെളിപ്പെടുത്തലുമായി ആലുവ സ്വദേശിയായ പരാതിക്കാരി. മുകേഷിന് താൻ അയച്ചതായി പറയുന്ന ഇമെയിലിനെക്കുറിച്ച് ഓർമ്മയില്ലെന്നും ഇമെയിൽ അയച്ചു എന്നത് കെട്ടിച്ചമച്ച ആരോപണമാണെന്നും പരാതിക്കാരി പറഞ്ഞു. ബന്ധപ്പെട്ട തെളിവുകൾ അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ടെന്നും പരാതിക്കാരി പറഞ്ഞിട്ടുണ്ട്. ലാപ്ടോപ്പ് ഉപയോഗിക്കാൻ അറിയാത്ത ആൾക്ക് എങ്ങനെ ഇമെയിൽ അയക്കുമെന്നും നടി ചോദിച്ചു. മുകേഷും ആദ്യ ഭാര്യയും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാൻ ഇടപെടാമെന്ന് താൻ പറഞ്ഞ കാര്യം സത്യമാണെന്നും അവർ പറഞ്ഞു. മുൻകൂർ ജാമ്യം തേടി കോടതിയിൽ നടനും MLAയുമായ മുകേഷ് സമർപ്പിച്ച തെളിവുകൾ നിഷേധിച്ചാണ് ആലുവ സ്വദേശിനിയായ പരാതിക്കാരി രംഗത്തെത്തിയിരിക്കുന്നത്. 2009 ലാപ്ടോപ്പ് പഠിപ്പിക്കാമോ എന്ന് മുകേഷ് ചോദിച്ചിരുന്നു. ലാപ്ടോപ്പ് ഉപയോഗിക്കാൻ അറിയാത്ത ആൾക്ക് എങ്ങനെ ഞാൻ ഇമെയിൽ അയക്കും? ഞാൻ ഇമെയിൽ അയച്ചെന്ന മുകേഷിന്റെ ആരോപണം കെട്ടിച്ചമച്ചതാണ്. ഒരു ഘട്ടത്തിലും ഞാൻ അക്കൗണ്ട് നമ്പർ അയച്ചു കൊടുത്തില്ല. കാശിന്റെ ഒരിടപാടും ഉണ്ടായിട്ടില്ല. മുകേഷിന്റെ വീട്ടിൽ പോയിട്ടില്ല. മുകേഷിന്റെ വീട് ഫോട്ടോയിൽ പോലും കണ്ടിട്ടില്ല, നടി പറഞ്ഞു. പാർട്ടി നേതാക്കൾ ഉന്നയിച്ച വാദത്തിനെതിരെ രൂക്ഷമായ പ്രതികരണം പാർട്ടിയിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. പാർട്ടി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിലൂടെയാണ് പ്രതികരണം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അനന്തരഫലത്തെക്കുറിച്ച് ചില ചിന്തകൾ എന്നാണ് ലേഖനത്തിന് നൽകിയ തലക്കെട്ടും. ലൈംഗിക ചൂഷണാരോപണ വിധേയരായ 2 കോൺഗ്രസ് MLAമാർ രാജിവെച്ചില്ലല്ലോ, ഇപ്പോഴും തുടരുന്നല്ലോ എന്ന മറുവാദം ഉന്നയിച്ചാണ് മുകേഷ് ഇപ്പോൾ രാജിവെക്കേണ്ടതില്ല എന്ന നിലപാട് CPM സ്വീകരിച്ചത്. മുന്നണി കൺവീനർ ഈ നിലപാട് വ്യാഴാഴ്ച പറയുകയും ചെയ്തു. എന്നാൽ ഈ നിലപാട് ശരിയല്ലെന്ന പരോക്ഷ പരാമർശമാണ് പലരും ഉന്നയിക്കുന്നത്. അതേസമയം കോടതിയിൽ ഹാജരാക്കാനുള്ള രേഖകൾ മുകേഷ് അഭിഭാഷകനായ ജിയോ പോളിന് കൈമാറിയിട്ടുണ്ട്. കേസുമായി ബന്ധപ്പെട്ട രേഖകൾ തിങ്കളാഴ്ച കോടതിയിൽ ഹാജരാക്കും. മുൻകൂർ ജാമ്യാപേക്ഷ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻ കോടതി തിങ്കളാഴ്ച പരിഗണിക്കാനിരിക്കെയാണ് മുകേഷ് അഭിഭാഷകന് രേഖകൾ കൈമാറിയത്. അതേസമയം മുകേഷിന്റെ അറസ്റ്റ് നേരത്തെ കോടതി തടഞ്ഞിരുന്നു. മുകേഷ് ഏത് സമയത്തും ചോദ്യം ചെയ്യലിന് തയ്യാറാണെന്നും അന്വേഷണത്തിൽ നിന്ന് ഒളിച്ചോടിയില്ലെന്നും മുകേഷിന്റെ അഭിഭാഷകനായ ജിയോ പോൾ പ്രതികരിച്ചു. അന്വേഷണ സംഘത്തിൽ നിന്ന് ഇതുവരെ നോട്ടീസ് ലഭിച്ചിട്ടില്ലെന്നും അഡ്വക്കേറ്റ് ജിയോ പോൾ അറിയിച്ചു. തിരുവനന്തപുരം കുമാരപുരത്തെ വീട്ടിൽ നിന്ന് വെള്ളിയാഴ്ച രാവിലെ 7:15 മുകേഷ് പോലീസ് അകമ്പടിയോടെ കൊച്ചിയിലേക്ക് യാത്ര പുറപ്പെട്ടത്. യാത്രക്ക് മുന്നോടിയായി കാറിലെ MLA ബോർഡ് അഴിച്ചുമാറ്റിയിരുന്നു. അതിനിടെ മുകേഷിനെതിരായ പരാതിക്കാരി എറണാകുളം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ രഹസ്യമൊഴിയും നൽകിയിരുന്നു.